ബോയ്സ് ആൻഡ് ഗേൾസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഐഫോൺ 16 കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ 2 iPhone 16 ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു ഡീപ്പായുള്ള ഒരു ഇൻസൈറ്റ് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇനി ഇത് വാങ്ങിക്കണോ, എൻ്റെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, എറോ റിവ്യൂ കൈൻഡാണ്. അതുകൊണ്ട് നിങ്ങൾ സിനിമാറ്റിക് ആയിട്ടുള്ള റോളും കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് ഈ മോന്ത കണ്ടിരിക്കേണ്ടി വരും 4-5 മിനിറ്റ്. പക്ഷേ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ് ഞാൻ പറയാം. എൻ്റെ മാസങ്ങളോളം എടുത്ത എക്സ്പീരിയൻസ് നിന്ന് ആദ്യമേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, എനിക്ക് ക്യാമറ ഇതിനകത്ത് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൊഫഷണൽ സെറ്റിങ്ങിനും ഞാനൊരു മീഡിയ പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ ക്യാമറ കൊണ്ടുപോകാം. അതുകൊണ്ട് എനിക്കൊരു ക്വിക്ക് റൺ ആൻഡ് ഗൺ ഫോട്ടോസ് ഒക്കെ എടുക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് സ്റ്റിൽ എടുക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ക്യാമറ അത്യാവശ്യം ഭയങ്കര സാറ്റിസ്ഫാക്ടറിയൽ ആയിട്ട് തോന്നി. എനിക്കൊരു രീതിയിൽ മിസ് ഔട്ട് ചെയ്തിട്ടില്ല. ടെലിഫോട്ടോ ലെൻസ് ഞാൻ മിസ് ചെയ്തോന്ന് ചോദിച്ചാൽ ജനറലി ഇല്ല ഗൈസ്. കാരണം അതുപോലത്തെ ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ പോവുകയാണെങ്കിൽ ഐ ഹാവ് എ പ്രൊഫഷണൽ ക്യാമറ. അതിൻ്റെ കൂടെ എനിക്ക് സൂം ലെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ക്യാമറാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ കളർ കൺസിസ്റ്റൻസിയും കളർ ബാലൻസും ഐഫോൺസിൻ്റെ വീഡിയോസും ഒക്കെ അൺപാരലാണ്. എനിക്ക് ആ ഒരു റേഞ്ച് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ആൻഡ്രോയിഡ് ഇച്ചിരിയുടെ കേപ്പപ്പ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ക്യാമറ തന്നെ ആയിരിക്കും ഈ ഫോൺ വാങ്ങിക്കാൻ ഏറ്റവും വലിയ ജസ്റ്റിഫിക്കേഷനും. ബട്ട് റിയാലിറ്റി ഞാൻ ഒരു കാര്യം പറയാം, ഐഫോൺ 15 വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര മാർജിനൽ വലിയ വ്യത്യാസമൊന്നും ക്യാമറയിൽ തോന്നിയിട്ടില്ല. അതാണ് സത്യം. വലിയ വ്യത്യാസം ഒന്നുമല്ല, സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വ്യത്യാസം അറിയൂ. ബാക്കിയെല്ലാം കളേഴ്സ് ആയാലും HDR ആയിക്കോട്ടെ എല്ലാം 1:1 ഈക്വൽ അതുപോലെ എനിക്ക് തോന്നിയത്. പിന്നെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ക്യാപ്ചർ ബട്ടൺ എങ്ങനെയുണ്ട്? ക്യാപ്ചർ ബട്ടൺ എന്ന് പറഞ്ഞാൽ ശോകം, തോൽവി, ഒരു ഗുണവുമില്ല, യൂസ്ലെസ്. ഞാൻ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതനുസരിച്ച് എനിക്ക് ദേഷ്യം വരും. ഇത് തന്നെയാണ് 95% ആൾക്കാർക്കും പറയാനുള്ളത്. ദിസ് ഇസ് ജസ്റ്റ് എ ഗിമിക്. എന്തേലും ഒരു പുതിയ ചേഞ്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്നൊരു സാധനമാണ്. ആൻഡ് ഗൈസ്, ഡോണ്ട് ഫോൾ ഫോർ ഇറ്റ്. ഇതൊരു യൂസ് ഇല്ലാത്തൊരു സാധനമാണ്, ചുമ്മാ. രണ്ടാമത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജനറലി ഇത് ബോഡി ആൻഡ് ഡിസൈൻ ഗൈസ്. ഞാനിത് കേസൊക്കെ ഊരിയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഐഫോൺ 17 വരുമ്പം എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ കേസൊക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കിടക്കുന്നത്. ബട്ട് ജനറലി പറഞ്ഞാൽ നല്ല ഡിസൈനാണ്. നല്ല ഡിസൈൻ എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒതുങ്ങിയിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ഫോൺ ഫീലും അല്ല, അത് തീരെ കുഞ്ഞൊരു ഫോൺ ഫീലും അല്ല. എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. ഫോട്ടോ കാര്യങ്ങളൊക്കെ ലൈറ്ററും എഡിറ്റ് ചെയ്യാനും പറ്റും. അതേപോലെ ചില സമയത്ത് ഗെയിം കളിക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഡിസൈൻ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കിടിലം ഫോം ഫാക്ടറാണ്. ഡേ ടു ഡേ യൂസേജിനൊക്കെ നമ്മൾ ആപ്പിളിൻ്റെ ഡിസൈനെ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം നല്ല രസമാണ്. ഒരു രീതിയിലും എനിക്ക് ഡിസൈനിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിലാണെങ്കിലും കേസൊക്കെ ഇട്ടിട്ടാണെങ്കിലും ഞാൻ 2-3 വട്ടം തറയൊക്കെ ഇട്ടിട്ടപ്പോഴും ഒരു പ്രശ്നം അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടീസും എനിക്ക് ഉണ്ടായിട്ടില്ല. സച്ച് എ ഗുഡ് ഓൾറൗണ്ടഡ് വെയിറ്റ് ബാലൻസിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു ഡിസൈനാണ്. ബ്ലാക്ക് കളർ പക്ക ക്ലാസിയാണ് കേസും കൊണ്ട് വരുവാണെങ്കിൽ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സ്പീക്കേഴ്സും ഹാപ്റ്റിക്സ്. എൻ്റെ പൊന്നോ, ഞാൻ ഏതൊക്കെ ഫോൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതിനകത്തോട്ട് ചെല്ലുമ്പോൾ എനിക്ക് ഇതിൻ്റെ സ്പീക്കേഴ്സും ഹാപ്റ്റിക്സും തരുന്നൊരു ഫീൽ ഉണ്ട്. എസ്പെഷ്യലി ഐഫോൺ 16 സ്പീക്കർ സൂപ്പർ ക്രിസ്പി ക്ലിയർ ലൗഡാണ്. ആൻഡ്രോയിഡ് എനിക്കൊന്ന് Xiaomi 15 Ultra ഒക്കെ ക്യാച്ചപ്പ് ചെയ്ത് തുടങ്ങി. അവരുടെയൊക്കെ സ്പീക്കർ സിസ്റ്റം ഇതേപോലെ വരുന്നുണ്ട്. പക്ഷെ അതർ ദാൻ ദാറ്റ് എനിക്ക് ഇതിൻ്റെ സ്പീക്കർ സിനിമ ആണെങ്കിലും വീഡിയോസ് കാണാനുള്ള പാട്ട് കേൾക്കാനുള്ളൂ എല്ലാം സൂപ്പർബ്. ഐ ലവ് ഇറ്റ്. അതേപോലെ ഹാപ്റ്റിക്സ് ആണെങ്കിലും യു ആർ ഗെറ്റിംഗ് ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ഫോൺ ഹാപ്റ്റിക്സിലൊന്നാണ് എനിക്ക് കിട്ടുന്നത്. നോട്ട് മിസ്സിങ് ഔട്ട് എനിക്ക് ഹാപ്റ്റിക്സും വൈബ്രേഷനും ഒക്കെ എന്നെ സംബന്ധിച്ചും ഈ ഐഫോൺസിൻ്റെ കണക്ക് 10,000-80,000-90,000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നവർക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ടാക്ടൈൽ ഫീഡ്ബാക്ക് അല്ലെ അവരുടെ ഒരു വൈബ്രേഷൻ മോട്ടറിൻ്റെ എഫിഷ്യൻസിയും ആ ഒരു ഫീലിംഗ് കിട്ടാൻ വൈബ്രേഷൻ മോട്ടർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ GPU ആൻഡ് CPU പ്യുവർ ബ്ലിസ് ആണ്. ഒരു രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്ട്രീംലി ഇത് എക്സ്ട്രാക്ട് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഒരു രീതിയിലും പെർഫോമൻസ് എന്നെ ലെറ്റ് ഡൗൺ ചെയ്തിട്ടില്ല. അതിനകത്ത് പറഞ്ഞുതരാം, ലെറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പ്യൂർലി പറയുന്ന CPU കേപ്പബിലിറ്റീസ് ആണല്ലോ. നിങ്ങൾ 4K വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് മറ്റേ മൂവീസിനകത്തൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴൊന്നും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. GPU ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും അൺപാരലൽ. ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് GPU CPU എന്നൊക്കെ പറയാം. പക്ഷെ റാം മാനേജ്മെൻറ്റും സിസ്റ്റം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. അങ്ങോട്ട് നമ്മൾ എത്തുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നല്ല, ഐ ആം വെരി ഹാപ്പി വിത്ത് ദ ബാറ്ററി ലൈഫ്. ഐഫോൺ 15 നിന്ന് നല്ല വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ യെസ് ഗൈസ്, ബാറ്ററി ലൈഫിൽ ഇതിനകത്തൊരു ഇൻക്രിമെൻ്റൽ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കൊരു സോളിഡ് 6 hours എങ്ങനെയൊക്കെ വല്ലതും കിട്ടും. എൻ്റെ ഭയങ്കര ലൈറ്റ് യൂസേജ് ആണ്. ഇപ്പോഴും 1 മണിയായി, എനിക്കിപ്പോൾ മോർ ദാൻ 80% ഉണ്ട്. ഞാൻ ലൈറ്റ് യൂസേജ് ആണല്ലോ. രാത്രിയിലത്തൊക്കെ ഫോൺ യൂസേജ് കൂടുന്നതനുസരിച്ച്
ഇറ്റ് ഈസ് റിയലി ഗുഡ്. ബാറ്ററി ലൈഫ് നല്ലോണം ഒപ്റ്റിമൈസ്ഡ് ആണ്, വലിയൊരു ബാറ്ററി ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത ചാർജിങ് സ്പീഡ്. ഒന്നാമത്തെ ചെറിയ MAH ആണല്ലോ, 3800 കറക്റ്റ് സ്പെസിഫിക്കേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷേ എന്നാലും കുത്തിയിടുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട്. അതും Type-C പോർട്ട് ആയതുകൊണ്ട് വലിയ ആശ്വാസം. ബാക്കിയുള്ള ചാർജറിനകത്തൊക്കെ കുത്തിയിടുമ്പോഴൊക്കെ പെട്ടെന്ന്, ഷവമിയുടെ ചാർജറിലൊക്കെ എനിക്കൊന്ന് 30 വാട്ടിനകത്ത് കുത്തിയിടുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട്. സോ എനിക്ക് ബാറ്ററി ലൈഫ് ഓൾസോ ഐ ആം വെരി കണ്ടന്റ് ആൻഡ് ഹാപ്പി. ഇനി നമുക്ക് തിങ്സ് ദാറ്റ് ഐ ഡോണ്ട് ലവ്, ലൈക്ക് എനിക്ക് ചൊറയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ സോഫ്റ്റ്വെയർ. എൻ്റെ മുന്നോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, എനിക്ക് വിശ്വാസമില്ല. ആപ്പിളിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് എന്തോരം ബഗ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട്. എനിക്ക് ഫ്രം ദി ബേസിക് വാട്സാപ്പ് മുതൽ ബഗ് ഉണ്ട്. ഞാൻ വിചാരിച്ച് ചിലപ്പം എൻ്റെ മാത്രം എന്താ പറയണ എക്സ്പീരിയൻസ് ആയിരിക്കാം, പക്ഷേ എൻ്റെ ചേട്ടനും ഒരുപാട് ബഗ് ഉണ്ട്. സി ഗൈസ്, ഞാൻ ബഗ് ഉണ്ട് എന്ന് എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഫോൺസ് ടെസ്റ്റ് ചെയ്യുന്ന ഷവമി 15 ആയിക്കോട്ടെ, എല്ലാം ഇറങ്ങുന്ന എൻ്റെ രണ്ടാമത്തെ സിം ആദ്യം എടുത്തിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഒന്നും കാണാത്ത, എനിക്ക് തോന്നുന്നു ഒരു 15,000 രൂപ മുതൽ ഒന്നും കാണാത്ത ഫോണിനകത്തുള്ള ബഗ്ഗാണ് ഞാൻ ഇതിനകത്ത് കണ്ടത്. പോട്ടെ, എൻ്റെ അവിടെ ഇരിക്കുന്ന ടെക്നോ ഉണ്ടല്ലോ, അതിനകത്ത് പോലും ഇല്ലാത്ത ബഗ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബാക്കിയുള്ള കോമ്പറ്റീഷൻ എല്ലാം സോഫ്റ്റ്വെയർ ഭയങ്കര പോളിഷ് ചെയ്ത് വരിക. അപ്പം ഐഫോൺ എസ്തെറ്റിക്കലി സൂപ്പർ, കാണാനും വിഷ്വലി കാര്യങ്ങളും പ്ലീസിങ്ങും അനിമേഷൻസും ഒക്കെ അടിപൊളി. പക്ഷെ ബഗ് ഉണ്ട് ഒരുപാട്. ബേസിക്കായിട്ട് വാട്സപ്പിൽ ക്യാമറ ഓൺ ആക്കുമ്പോൾ എനിക്ക് ഒരുപാട് തവണ ബഗ് അടിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വൈ. എനിക്കത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് തോന്നി. സോ ഗൈസ്, ഞാൻ ഒരാൾക്ക് ഫോൺ റെക്കമെൻഡ് ചെയ്യാതിരിക്കാനുള്ള ഫസ്റ്റ് മെയിൻ റീസൺ, മേ ബി ഇത് എൻ്റെ ചേട്ടനും എനിക്ക് മാത്രം പറ്റുന്നൊരു ഇഷ്യൂ ആയിരിക്കാം. ഞങ്ങൾ രണ്ടുപേരും ജിയോയുടെ സിം ഉപയോഗിക്കണം, അതുകൊണ്ടായിരിക്കാം. ഐ ഡോണ്ട് നോ. പക്ഷെ എനിക്ക് ഒരുപാട് ബഗ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം ബാക്കിയുള്ള നത്തിങ് OS ആയിക്കോട്ടെ, ഷവമിയുടെ ആയിക്കോട്ടെ, വിവോയുടെ ഫൺ ടച്ച് OS ആയിക്കോട്ടെ, ഇവരൊക്കെ എസ്തെറ്റിക്കലി ഇതിനെക്കാട്ടിയും തൊട്ട് താഴെയാണെങ്കിൽ ബഗ് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. പക്ഷെ ഇതിനകത്ത് ബഗ് ഉണ്ട്, നല്ലോണം ബഗ് ഉണ്ട്. പിന്നെ ഫ്രീസസും റാം മാനേജ്മെൻറ്റും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് യൂസേജിൽ ഞാനൊരു ഫ്ലാഗ്ഷിപ്പിൽ നിന്ന് കിട്ടാത്ത ഫ്രീസിങ്ങും സ്റ്റഡേഴ്സും ഒക്കെ എനിക്ക് ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തൊക്കെ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. സോ രണ്ടാമത്തെ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ഉള്ളതെന്ന് പറയുമ്പം, ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയാൻ നല്ല, ഫോൺ അത്യാവശ്യം ഹീറ്റാവും. അത് ഞാൻ ഒരുപാട് കുറ്റം പറയുന്നില്ല, കാരണം നമ്മുടെ 40-45 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. അപ്പം ഫോൺ ചൂടായില്ലെങ്കിലേ ഉള്ളൂ പ്രശ്നം. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് ചൂടാവും. ഞാൻ ഫോർ എക്സാമ്പിൾ വീട്ടിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോൾ ഞാൻ കേസ് അങ്ങനെ ഒരുപാട് ഇടാറില്ല. പക്ഷെ അങ്ങനെയൊക്കെ വെച്ച് ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ലോണം വാം ആവാറുണ്ട്, നല്ലോണം ചൂടാവാറുണ്ട്. പിന്നെ എനിക്ക് അടുത്തൊരു ഗ്രഡ്ജ് ഉള്ളതെന്ന് വെച്ചാൽ, പറയുമ്പം ദാറ്റ് ഈസ് പ്യൂർലി ഡിസ്പ്ലേ. ഗൈസ്, എന്തൊക്കെ പറയാനുള്ളൂ, ഇതിനകത്തിരിക്കുന്ന 10-bit ഡിസ്പ്ലേ ആണ്. മാങ്ങിയ ചക്കയ സൂപ്പർ കളർ ആക്യുറസി ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഞാൻ ഒരുപാട് ഡിസ്പ്ലേ ടെസ്റ്റ് ചെയ്യുന്നത്, അതിനകത്ത് എല്ലാം 120 Hz ഉണ്ട്. അതെല്ലാം യൂസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് പ്യുവർലി എ മിസ്. അത് മിസ് ചെയ്യുന്നൊരു ആസ്പെക്റ്റ് ആണ്. അത് വലിയ എന്താ പറയുക, ആപ്പിളിൻ്റെ ഡിസ്പ്ലേ മാങ്ങിയാണ്, ചക്കയാണ്, അതിൻ്റെ കളർ ആക്യുറസിയൊക്കെ കണ്ട് കണ്ണിന് രസമാണ്. 120 Hz ആണ്. അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ശരിയായിരിക്കും, ഇതിനകത്ത് 10-bit ആയിട്ടൊരു ഡിസ്പ്ലേ ആയിരിക്കും, അത് ഫാർ സുപ്പീരിയർ ആയിരിക്കും ബാക്കിയുള്ള 60,000-50,000 രൂപയ്ക്കുള്ള 8-bit ഡിസ്പ്ലേസിനെക്കാട്ടിയും പകരം. പക്ഷേ ജനറലി ഗൈസ്, 120 Hz ഒരു മിസ്സാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് വേറൊരു ഫോൺ യൂസ് ചെയ്തതിനോട് വരുമ്പോൾ ആ ഫീൽ ചെയ്യുന്നത്. സോ ഗൈസ്, എനിക്ക് പറയാനുള്ളത് എത്രയാണ്, ഡു ഐ റെക്കമെൻഡ് iPhone 16? ആബ്സല്യൂട്ട്ലി ഇല്ല, ഞാൻ ഇപ്പം റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലോങ് ടേം യൂസേജ് എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഒരു കൂട്ടുകാരൻ iPhone 15 ഉണ്ട്, വിശ്വം. അതിൽ നിന്ന് നോക്കുമ്പം അവനും എനിക്കും ഒരുപാട് കാര്യങ്ങളൊന്നും മിസ് ചെയ്യുന്നില്ല. ലിറ്ററലി അവന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. എൻ്റെ ഫോണിലും എനിക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് അവൻ. ഫോർ എക്സാമ്പിൾ, ഭയങ്കര സിമിലർ ആയിട്ടുള്ള ബാറ്ററി ലൈഫ്, ഇച്ചിരി ഇതിന് കൂടുതലാണ്. ഭയങ്കര സിമിലർ ആയിട്ടുള്ള ക്യാമറ, സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്താൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും. എക്സാക്ട് സെയിം ഡിസ്പ്ലേ, ഇച്ചിരി എനിക്ക് തോന്നുന്നു ബ്രൈറ്റ്നെസ്സിന് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതും റിയൽ വേൾഡ് യൂസേജിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല തോന്നുന്നു. പിന്നെ ഡിസൈനും ഭയങ്കര സിമിലറാണ്, ഡ്യൂറബിലിറ്റി ഭയങ്കര സിമിലറാണ്, സെല്ലുലാർ റിസപ്ഷനും കണക്ഷനും കോൾ ക്വാളിറ്റിയൊക്കെ ഭയങ്കര സിമിലറാണ്. ഈ അനാവശ്യമായ ആൾക്കാർക്ക് യൂസ് ഇല്ലാത്ത 2-3 ഫീച്ചർ ഉണ്ട്.
ഒന്ന് ക്യാമറ ക്യാപ്ചർ ബട്ടൺ എനിക്ക് ഒരുപാട് യൂസ് ഇല്ല. പിന്നെ ഐ ജെന്യുവൻലി പ്രിഫർ അലേർട്ട് സ്ലൈഡർ ഇതിനെക്കാട്ടി ഉപരി. ഞാൻ ഇപ്പോഴും റിങ്ങും മറ്റേ ആ സാധനം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഐ ജെന്യുവൻലി പ്രിഫർ ദാറ്റ് സാധനം ഇതിനുപരി. അതുകൊണ്ടായിരിക്കാം എനിക്കിത് ഈ ആക്ഷൻ ബട്ടൺ ഭയങ്കരമായിട്ടൊരു കിടിലമായിട്ട് തോന്നിയിട്ടില്ല. സോ ഗൈസ്, ഞാനിപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്തില്ല. എയ്തർ യു വെയിറ്റ് ഫോർ iPhone 17 അല്ലെങ്കിൽ നിങ്ങൾക്ക് iPhone 16 കാട്ടി നല്ലത് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ iPhone 15 എടുക്കുക, ഇച്ചിരി പൈസ ലാഭിച്ച്. എനിക്ക് അത്രേ പറയാനുള്ളൂ ഗൈസ്. ഫോർ ലോങ് ടേം യൂസേജിൽ നിന്ന് ഞാൻ പറയുകയാണ്, എനിക്ക് iPhone 15 എപ്പോഴും ആക്സസ് ഉണ്ട്, iPhone 16 എപ്പോഴും ആക്സസ് ഉണ്ട്. ബഗ് ഇഷ്യൂ സോൾവ് ആവുന്നവരെ എനിക്കൊന്ന് iPhone 15 അത്രയും ബഗ് ഇഷ്യൂസ് ഞാൻ കണ്ടില്ല. iPhone 16 ഇത്രയും ബഗ് ഇഷ്യൂസ് ഉള്ളത്. ബഗ് ഇഷ്യൂസ് സോൾവ് ആവുന്നവരെ ഞാൻ അങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്തില്ല. നിങ്ങൾക്ക് ഐഫോൺ വാങ്ങിക്കണമെന്ന് മുട്ടിയിരിക്കുകയാണെങ്കിൽ ഇത് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല iPhone 15 മേടിച്ചിട്ട് പൈസ സേവ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ iPhone 17 അപ്ഗ്രേഡ് ചെയ്യുക. കാരണം അതിനകത്ത് ഒരുപാട് 120 Hz പ്രൊമോഷൻ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ടെന്നൊക്കെ കേൾക്കണം. അതൊരു വലിയ അല്ലെ വെയിറ്റ് ചെയ്തിട്ട് iPhone 17 എടുക്കുക. ഇപ്പം ഈ പ്രൈസിന് iPhone 16 എടുക്കുന്നത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഗ്രേറ്റ്. ഭയങ്കര അടിപൊളി ഒരു സംഭവം തോന്നുന്നില്ല. പിന്നെ iPhone 16, 15 നിന്ന് വലിയൊരു റിലീഫുള്ള USB Type-C ഉണ്ട്. പക്ഷെ അതൊരു ജനറേഷണൽ സാധനമല്ല. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ദെയർ. അത് ഇവിടെ വരേണ്ട ഒരു സാധനമായിട്ട് അത് ലീഗലി മാൻഡേറ്ററി ആക്കിക്കൊണ്ട് മാത്രമാണ് ആപ്പിൾ അങ്ങനെ ഒരു ഡിസിഷൻ ചെയ്തത്. അതർ ദാൻ ദാറ്റ് ഇത് ഒരു അപ്ഡേറ്റ് ആയിട്ടൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയില്ല. ഇറ്റ്സ് ഹിയർ. എനിക്ക് തോന്നുന്നു ഹോപ്പ്ഫുള്ളി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു.